കോടമഞ്ഞ് പുതച്ച് സുന്ദരിയായി നിൽക്കുന്ന പൊന്മുടിയിൽ വെച്ച് അപ്രതീക്ഷിതമായി കാട്ടുപോത്തുകളെ കൂടി കണ്ടാൽ എന്ത് സന്തോഷമായിരിക്കും. അത്തരമൊരു അനുഭവമാണ് ഇത്തവണത്തെ പൊന്മുടി യാത്രയിലുണ്ടായത്. അഞ്ചു മണിയോടെയാണ് ഹിൽ ടോപ്പിലെത്തിയത്. ഹിൽ ടോപ്പിലേക്കുള്ള ചെക്ക് പോസ്റ്റ് കഴിഞ്ഞപ്പോഴേക്കും മനസ്സ് നിറഞ്ഞിരുന്നു. കാരണം പൊന്മുടിയെ ഏത് രീതിയിലാണോ കാണുവാൻ ആഗ്രഹിച്ചിരുന്നത് ആ ഒരു രീതിയിലേക്ക് പൊന്മുടിയിലെ കാലാവസ്ഥ മാറിയ സുന്ദര നിമിഷങ്ങളിലാണ് ഞങ്ങൾ പൊന്മുടിയിലെത്തിയത്. ചുറ്റും കോടമഞ്ഞ് മൂടി പൊന്മുടി മനോഹരിയായിരിക്കുന്നു. മഞ്ഞുണ്ടെങ്കിലും ഇല്ലെങ്കിലും പൊന്മുടി മനോഹരിയാണ്. മഞ്ഞില്ലെങ്കിൽ ദൂരെ മനോഹരങ്ങളായ മലനിരകളും അവയെ തൊട്ട് തലോടി കടന്നു പോകുന്ന വെൺമേഘങ്ങളുടെ ഭംഗിയും കണ്ട് ആസ്വദിക്കാം. എന്തായാലും ഈ മഞ്ഞും കുളിരും ആസ്വദിക്കുവാൻ വേണ്ടിയാണ് സഞ്ചാരികൾ പൊന്മുടിയിലെത്തുന്നത്. ഹിൽ ടോപ്പിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഇനി മുകളിലേക്ക് പോകരുതെന്നും വണ്ടിയിടാൻ സ്ഥലമില്ലെന്നുമുള്ള നിർദ്ദേശം കിട്ടി. മഞ്ഞും തണുപ്പും ആസ്വദിക്കുന്നതിനോടൊപ്പം ഇതുപോലുള്ള ചില രസകരങ്ങളായ കാഴ്ചകളും കാണാം. വണ്ടി പാർക്ക് ചെയ്ത് ഹിൽ ടോപ്പിലേക്ക് നടന്നെത്തിയപ്പോൾ ഹിൽ ടോപ്പും പരിസര പ്രദേശങ്ങളും കോടമഞ്ഞിൽ മൂടി നിൽക്കുന്ന മനോഹരമായ കാഴ്ചയാണ് കണ്ടത്. പൊന്മുടിയിലെത്തുന്ന വിനോദസഞ്ചാരികളിൽ അധികം പേരും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് പാറക്കുന്നെന്ന് വിളിക്കുന്ന അതിവിശാലമായ ഈ പാറപ്പുറത്താണ്. ഇവിടെ നിന്ന് നോക്കിയാൽ ചുറ്റുപാടും അതിമനോഹരങ്ങളായ കാഴ്ചകളാണ്. കോടമഞ്ഞ് മാറിയപ്പോൾ അകലെ മലനിരകളുടെ മനോഹര ദൃശ്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ദൂരെ നിന്നും കോടമഞ്ഞിറങ്ങുന്ന മനോഹര കാഴ്ചയാണത്. കോടമഞ്ഞിറങ്ങിയാൽ പിന്നെ നിമിഷ നേരം കൊണ്ട് ദൂരെ മലനിരകളുടെ സുന്ദര ദൃശ്യങ്ങൾ കാഴ്ചയിൽ നിന്നും മറയും. അകലെയുള്ള വാച്ച് ടവറിൻ്റെ ദൃശ്യമാണത്. കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും കോടമഞ്ഞ് വന്ന് മൂടി ടവർ കാഴ്ചയിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും അല്പസമയത്തിനകം മഞ്ഞ് മാറി വീണ്ടും പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്ന സുന്ദരമായ കാഴ്ചയാണിത്. സുവർണ കൊടുമുടി എന്നും പൊന്മുടി അറിയപ്പെടുന്നുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും 3600 അടി ഉയരത്തിലാണ് പൊന്മുടി സ്ഥിതി ചെയ്യുന്നത്. ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയധികം ഫാമിലിയൊന്നും പൊന്മുടിയിൽ കാണുവാൻ കഴിയുമായിരുന്നില്ല. ഇന്ന് മിക്ക ആൾക്കാരും ഫാമിലി മൊത്താണ് പൊന്മുടിയിൽ വരുന്നത്. അവരിൽ പലരും മ്യൂസിക് സിസ്റ്റവുമൊക്കെയായി അടിച്ചു പൊളിക്കുവാൻ തന്നെയാണ് പൊന്മുടിയിലെത്തുന്നത്. ഇവിടെ ഒരാളെ ചുമരിൽ കയറ്റിയിരുത്തി കാഴ്ചകൾ കാണിക്കുവാനുള്ള നടപ്പാണ്. പക്ഷേ ചുമരിൽ കയറിയിരിക്കുന്ന ആളുടെ നോട്ടം ഡാൻസ് കളിക്കുന്ന കുട്ടികളിലേക്കാണ്. ഒരു സ്ഥലത്ത് മാത്രമല്ല, പല സ്ഥലങ്ങളിലും ഡാൻസ് കളി നടക്കുന്നുണ്ട്. അഞ്ചര മണി വരെയാണ് ഹിൽ ടോപ്പിൽ അനുവദിച്ചിരിക്കുന്ന സമയം. 6:15 ആരും ഇറങ്ങിപ്പോകുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. അത് പിന്നെ ഈ മഞ്ഞ് കണ്ട് ആരാണ് ഇറങ്ങി പോണത്? എത്ര മണി വരെയാണ്? ഒരുപാട് തവണ പൊന്മുടിയിൽ വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇത്രയും നല്ലൊരു അറ്റ്മോസ്ഫിയർ കിട്ടുന്നത്. മഞ്ഞും കുളിരും കുട്ടികളുടെ ഡാൻസും ഒക്കെയായി ഒരു പ്രത്യേക വൈബിലെത്തി. അതോടൊപ്പം കുറച്ച് ദൂരെയായിട്ടാണെങ്കിലും കാട്ടുപോത്തുകളെ കൂടി കണ്ടപ്പോൾ സന്തോഷം ഇരട്ടിയായി. പൊന്മുടിയിൽ കാട്ടുപോത്തുകൾ ഉണ്ടെങ്കിലും സഞ്ചാരികളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളതായി അധികമൊന്നും കേട്ടിട്ടില്ല. ഹിൽ ടോപ്പിൽ നിന്നും കാറ് പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് നടന്നപ്പോഴാണ് അങ്ങ് താഴ്വാരത്ത് 5 കാട്ടുപോത്തുകൾ പുല്ല് തിന്നുകൊണ്ട് നിൽക്കുന്ന കാഴ്ച കണ്ടത്.
അതായത് കാട്ടിൽ മാത്രം കാണുന്ന പോത്ത്, നാട്ടിലിറങ്ങില്ല. കാണുന്ന ഇതെല്ലാം കാണാൻ എല്ലാം കാടാണ്. ചുമ്മാ ഈ പൊന്മുടിയിലൊന്നും ഈ സാധനം കാണുമെന്നാണ് വിചാരിച്ചത്. കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും കോടമഞ്ഞ് വന്ന് മൂടി കാട്ടുപോത്തുകൾ മഞ്ഞുമറയ്ക്കുള്ളിൽ അപ്രത്യക്ഷരായി. എന്നാലും ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് പൊന്മുടിയിൽ വെച്ച് കുറച്ച് അകലെയായിട്ടാണെങ്കിലും കാട്ടുപോത്തുകളെ കണ്ടത് വലിയൊരു അനുഭവമായി. തിരുവനന്തപുരം ജില്ലയിലെ വിതുരയിലെത്തിയിട്ടാണ് പൊന്മുടിയിലേക്ക് പോകുന്നത്. പൊന്മുടിയുമായി ഏറ്റവും അടുത്ത് കിടക്കുന്ന ചെറു പട്ടണമാണ് വിതുര. വിതുര നിന്നും 20 കിലോമീറ്ററാണ് പൊന്മുടിയിലേക്കുള്ള ദൂരം. വിതുര, നെടുമങ്ങാട്, തിരുവനന്തപുരം, തമ്പാനൂർ ഡിപ്പോകളിൽ നിന്നും KSRTC പൊന്മുടിയിലേക്ക് ബസ് സർവീസ് നടത്തുന്നുണ്ട്. KSRTCയുടെ വിതുര ഡിപ്പോയാണിത്. ടൂറിസ്റ്റ് ബസ്സുകളെ പോലുള്ള വലിയ വാഹനങ്ങളെ പൊന്മുടിയിലേക്ക് കടത്തിവിടില്ല. 1 മണിയോടെയാണ് വിതുരയിലെത്തിയത്. അതുകൊണ്ട് ഊണ് കഴിച്ചിട്ട് യാത്ര തുടരാമെന്ന് തീരുമാനിച്ചു. വിതുര നിന്നും പൊന്മുടിയിലേക്ക് പോകുന്ന വഴിക്ക് 23 ഹെയർപിൻ വളവുകളുണ്ട്. പോകുന്ന വഴിയിൽ ഇതുപോലുള്ള സുന്ദരമായ കാഴ്ചകൾ കണ്ടുകൊണ്ടു പോകാം. വിതുര നിന്നും കുറച്ച് ദൂരം സഞ്ചരിക്കുമ്പോൾ കല്ലാറിലെത്തും. കല്ലാർ എന്നത് ആ സ്ഥലത്തിൻ്റെ പേരാണ്. കല്ലാറിൽ നിന്നും വലത്തോട്ട് പോയാൽ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിനടുത്തെത്തും. അങ്ങോട്ട് വാഹനം കടത്തിവിടില്ല. പാസെടുത്ത് വനത്തിൽ കൂടി 3 കിലോമീറ്ററോളം കാൽനടയായി സഞ്ചരിച്ചാണ് മീൻമുട്ടി വെള്ളച്ചാട്ടത്തിനടുത്തെത്തുന്നത്. കല്ലാറിലെ ഈ പാലം കഴിഞ്ഞാൽ റോഡിനിടതു ഭാഗത്തായി കല്ലാർ നദിയുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് കുറച്ച് സമയം യാത്ര ചെയ്യാം. ഈ ഭാഗത്ത് കൂടി കല്ലാറിലേക്ക് ഇറങ്ങുന്നത് റിസ്ക്കാണ്. എന്തായാലും ഇതുവഴി ഇറങ്ങാതിരിക്കാനുള്ള പണി ഉടനെ വരുന്നുണ്ട്. എത്ര പ്രായമുള്ളവരായാലും വിനോദയാത്രകൾ പോകുമ്പോൾ കുട്ടികളുടെ മനസ്സ് പോലെ ആകും എന്ന് പറയുന്നത് വെറുതെയല്ല. പൊന്മുടിയിലേക്കുള്ള എൻട്രൻസ് പാസ് എടുക്കുവാനുള്ള ക്യൂ ആണ്. നമ്മൾ 5 യാത്രക്കാർക്കും കാറിനും 40 രൂപ വെച്ച് 240 രൂപയായി. തിരുവനന്തപുരം ജില്ലയിൽ വിതുരയിൽ നിന്നും 20 കിലോമീറ്റർ കിഴക്ക് മാറി പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ പൊന്മുടി പെരിങ്ങമല ഗ്രാമപഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു കാലത്ത് മൂന്നാറിനെ പോലെ തന്നെ തേയിലത്തോട്ടങ്ങളും തേയില ഫാക്ടറികളും പൊന്മുടിയിലുണ്ടായിരുന്നു. തേയിലത്തോട്ടങ്ങളുടെ അവശേഷിപ്പുകൾ ഇപ്പോഴും അവിടെ കാണാം. പോകുന്ന വഴിക്കുള്ള ഒരു കുഞ്ഞരുവിയും കുഞ്ഞു വെള്ളച്ചാട്ടവുമാണത്. അത്ര വലിയൊരു സംഭവമാണെന്നൊന്നും പറയുവാൻ കഴിയില്ലെങ്കിലും ആ വേരിന് മുകളിൽ കൂടി വെള്ളം വന്ന് വീഴുന്നത് കാണുവാൻ നല്ല ഭംഗിയുണ്ട്.
കമലം ശ്രീലകമാകിയ നാദബ്രഹ്മസുധാമയീ ദേവി മാഹാത്മ്യലഹരീലന്മനം സ്വർഗസാഗരമാകേണം പൊന്മുടി ഹിൽ ടോപ്പിലെത്തുന്നതിന് മുമ്പുള്ള ഈ ഭാഗത്ത് കുറച്ച് കടകളൊക്കെയുണ്ട്. കമ്പിമൂടെന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ നിന്നും വലതു ഭാഗത്തേക്കുള്ള റോഡിൽ കൂടിയാണ് പഴയ തേയില ഫാക്ടറിയിലേക്ക് പോകുന്നത്. നമ്മുടെ കല്ലാറിൽ എന്നപ്പോഴത്തേക്ക് ആളില്ലല്ലോ. പൊന്മുടി ഹിൽ ടോപ്പിലെത്തിയിട്ട് ആദ്യം ഇടത് ഭാഗത്തുള്ള പാറക്കുന്നിൽ പോയിട്ടാണ് ടവറിൻ്റെ ഭാഗത്തേക്ക് പോയത്. അപ്പോഴേക്കും ടവറിൻ്റെ ഭാഗത്തു നിന്നും മൂടൽമഞ്ഞ് മാറി പൊന്മുടിയുടെ പുൽമേടുകളുടെ പച്ചപ്പ് തെളിഞ്ഞു തുടങ്ങിയിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുവാനുള്ള ഒരുക്കത്തിലായി. പിന്നെ ഏറെ താമസിയാതെ പൊന്മുടിയിൽ ഇരുട്ട് വീഴും മുമ്പേ പതുക്കെ ഹിൽ ടോപ്പിൽ നിന്നും താഴേക്കിറങ്ങി. എന്തായാലും പൊന്മുടിയിൽ നിന്നും തിരിച്ചു പോകുമ്പോൾ ഏതൊരു പ്രകൃതി സ്നേഹിയും മനസ്സിലറിയാതെ പറഞ്ഞു പോകും, പൊന്മുടി നീ എത്ര മനോഹരി.